വർഷങ്ങളോളം മീൻപിടുത്തക്കാരൊഴികെ ആർക്കും താല്പര്യമില്ലായിരുന്ന ഒരു കൊച്ചു ദ്വീപിനെ ചൊല്ലിയുള്ള വലിയ വിവാദങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കത്തി നിൽക്കുന്നത്. കച്ചദ്വീപ് തർക്കത്തിന്റെ നാൾവഴികൾ അറിയാം. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കിടയിൽ പാക് കടലിടുക്കിലെ 235 ഏക്കർ മാത്രമുള്ള ഒരു തുരുത്താണ് കച്ചദ്വീപ്. നിലവിൽ ശ്രീലങ്കയിലെ ജാഫ്ന ജില്ലയുടെ ഭാഗമാണ് ഇവിടം. 1505 മുതൽ 1658 വരെ പോർച്ചുഗീസുകാരുടെ കൈവശമായിരുന്നു ഈ ദ്വീപ്. 17-ാം നൂറ്റാണ്ട് മുതൽ മധുര ആസ്ഥാനമാക്കി ഭരിച്ച രാമനാട് രാജ്യത്തിന്റെ ഭാഗമായി ഈ ദ്വീപ് മാറി. പിന്നീട് ഇന്ത്യയെ കോളനിയാക്കിയ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സിലോണും പിടിച്ചെടുത്തോടെ രണ്ടിടത്തും ബ്രിട്ടീഷ് ഭരണമായി. 1920 കച്ചദ്വീപ് ബ്രിട്ടീഷ് സിലോണിന്റെ അധികാരപരിധിയിലായി. ഒരു നൂറ്റാണ്ട് മുൻപ് വരെ മീൻപിടുത്തക്കാരൊഴികെ ആർക്കും താല്പര്യമില്ല ഈ സമുദ്രപ്രദേശം 1-ാം ലോക മഹായുദ്ധകാലത്താണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇന്ത്യൻ സമുദ്രത്തിൽ ജർമ്മൻ പടക്കപ്പലുകൾ എത്തിയത് വലിയ തോതിൽ ആശങ്ക ഉയർത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഇവിടെ ഒരു നാവിക പരിശീലന കേന്ദ്രമായി ഉപയോഗിച്ചു തുടങ്ങി. 1972 സിലോൺ സ്വാതന്ത്ര്യം നേടി ശ്രീലങ്കയായി. തുടർന്ന് സമുദ്രാതിർത്തി മാറ്റിവരയ്ക്കാൻ ഇന്ത്യയും ശ്രീലങ്കയും തീരുമാനിച്ചു. ഇതിന്റെ ഫലമായി 1974 ജൂലൈ 28-ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ശ്രീലങ്കൻ പ്രധാനമന്ത്രി സിരിമാവോ ബണ്ടാരനായികയും ഒരു കരാറിൽ ഒപ്പുവെച്ചു. ഇതനുസരിച്ച് കച്ചദ്വീപ് ശ്രീലങ്കയുടേതായി തീർന്നു. അങ്ങനെ 1974 ജൂണിൽ കച്ചദ്വീപിന്റെ പടിഞ്ഞാറേ തീരത്തിന് 1.6 കിലോമീറ്റർ അകലെയായി ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും സമുദ്രാതിർത്തി അംഗീകരിക്കപ്പെട്ടു. 1974 ജൂലൈയിൽ കച്ചദ്വീപ് ഉടമ്പടി പാർലമെന്റ് ഇരുസഭകളിലും ചർച്ചയ്ക്ക് വന്നു. എന്നാൽ DMK, AIDMK, ജനസംഘം, സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ ഈ കരാറിനെ എതിർത്തു. പക്ഷേ ശ്രീലങ്കയെ കൂടെ നിർത്തേണ്ടത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ആവശ്യമാണെന്ന വിലയിരുത്തലിൽ കരാർ ഒപ്പിട്ടതിനെ സർക്കാർ ന്യായീകരിച്ചു. ജനസംഘത്തിന്റെ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ദ്വീപ് കൈമാറ്റം ചെയ്യാനുള്ള തീരുമാനം നിയമാനുസൃതമല്ല എന്ന് വാദിച്ചു. ഇതിനെ തുടർന്ന് ദ്വീപ് കൈമാറ്റത്തിന്റെ നിയമസാധുത സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽപരമായും സാംസ്കാരികപരമായും പ്രാധാന്യമുള്ള ഒരു ദ്വീപാണ് കച്ചദ്വീപ്. അത് ഇന്ത്യൻ പരമാധികാരത്തിൽ തന്നെ വരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ പലവിധ പ്രക്ഷോഭങ്ങളും ഉണ്ടായി. ഇരു രാജ്യങ്ങളിലെയും മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ദ്വീപ് പ്രധാനപ്പെട്ടതായിരുന്നു. കരാർ പ്രകാരം മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും തീർത്ഥാടകർക്കും ശ്രീലങ്കൻ ഗവൺമെന്റിന്റെ പ്രത്യേക അനുമതികളൊന്നും കൂടാതെ തന്നെ സ്വതന്ത്രമായി കച്ചദ്വീപിൽ പ്രവേശിക്കാൻ അനുമതിയുണ്ടായിരുന്നു. എന്നാൽ 1976 ഇതിന് അനുബന്ധ ഉടമ്പടിയുണ്ടായി. ഇത് പ്രകാരം ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും തീരത്ത് നിന്ന് നിശ്ചിത ദൂരം വരെ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. 74 കരട് എഴുതിയ സമയത്ത് കച്ചദ്വീപ് ദ്വീപിനെ കുറിച്ച് വ്യക്തമായി പരാമർശമുണ്ടായിരുന്നു. ഇരു രാജ്യങ്ങളിലെയും മത്സ്യത്തൊഴിലാളികൾക്കും തീർത്ഥാടകർക്കും കച്ചദ്വീപിൽ വന്നുപോകാൻ പാസ്പോർട്ടോ വിസയോ പെർമിറ്റോ വേണ്ടതില്ലെന്നും പരമ്പരാഗതമായി മത്സ്യബന്ധനം നടത്തിവരുന്നയിടങ്ങളിൽ മീൻപിടിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കുമെന്ന നിബന്ധനയും ഉണ്ടായിരുന്നു. എന്നാൽ 76 കരാറിൽ ഇക്കാര്യങ്ങളൊന്നും പരിഗണിക്കപ്പെട്ടില്ല. 1974 കരട് തയ്യാറാക്കിയപ്പോൾ പരാമർശിക്കേണ്ട പല കാര്യങ്ങളും 76 അപ്രത്യക്ഷമായി. ഈ ഉടമ്പടിയാണ് ഇന്ത്യൻ മീൻപിടുത്തക്കാർ ഇടയ്ക്ക് ശ്രീലങ്കയിൽ അറസ്റ്റിലാകുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 1991 അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയാണ് കച്ചദ്വീപ് പ്രശ്നം വീണ്ടും പുനരവതരിപ്പിച്ചത്. കച്ചദ്വീപ് വീണ്ടെടുക്കണമെന്ന് അക്കൊല്ലത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ അവർ ആവശ്യപ്പെട്ടു. തുടർന്ന് തമിഴ്നാട് നിയമസഭയിലും ചർച്ചകളുണ്ടായി. 2011 ജൂണിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ നേതൃത്വത്തിൽ പുതിയ തമിഴ്നാട് സർക്കാർ കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയത് സംബന്ധിച്ച് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള 1974-76 കരാറുകളുടെ നിയമസാധുത സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. എന്നാൽ ഇന്ത്യയുടെ ഭൂപ്രദേശം ഒന്നും ശ്രീലങ്കയ്ക്ക് നൽകിയിട്ടില്ലാത്തതിനാൽ വീണ്ടെടുക്കുന്ന പ്രശ്നം ഉയരുന്നില്ലെന്ന് അന്നത്തെ UPA സർക്കാർ 2013 സുപ്രീം കോടതിയിൽ പറഞ്ഞു. പിന്നീട് 2015 1-ാം മോഡി സർക്കാരിന്റെ കാലത്തും സമാന മറുപടിയായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെത്. 2024 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കച്ചദ്വീപ് വീണ്ടും ചർച്ചയായിട്ടുണ്ട്. 1974 കച്ചദ്വീപ് ദ്വീപിൽ ശ്രീലങ്കയുടെ അവകാശം അംഗീകരിക്കാൻ പോകുന്നതിനായി തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന M. കരുണാനിധിയെ വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചെന്ന ആരോപണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന BJP സർക്കാർ കച്ചദ്വീപ് പ്രശ്നം പരിഹരിക്കാൻ എന്തുകൊണ്ട് ശ്രമിച്ചില്ലെന്ന മറുചോദ്യമാണ് കോൺഗ്രസ് BJPക്കെതിരെ ഉന്നയിക്കുന്നത്. കച്ചദ്വീപിനെ ആയുധമാക്കി തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതിനെതിരെ മുന്നറിയിപ്പുമായി മുൻ വിദേശകാര്യ സെക്രട്ടറിമാർ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തുതന്നെയായാലും വരും ദിവസങ്ങളിൽ ഈ പ്രശ്നം വീണ്ടും ചർച്ചകളിൽ നിറയുമെന്ന് ഉറപ്പാണ്. മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം കാണാം.